ഇത് ഇവരുമായി തർക്കിക്കുന്നതിനിടയിൽ എന്തോ ഒരു കവർ എടുത്ത് പുറത്തേക്കിടുന്ന ദൃശ്യം നമുക്ക് കാണുന്നുണ്ട്. ആ ദൃശ്യം ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ആ ദൃശ്യം നമുക്കൊന്ന് കാണാം. ഓ, ഏതോ ഒരു ദൃശ്യം പ്രചരിപ്പിക്കുന്നുണ്ട്. കയ്യിൽ നിന്ന് ഒരു കവർ എടുത്ത് വെളിയിൽ. എന്ത് കവറായിരുന്നു അത്? അത് ഇവർ പറയുന്നത് പാൻ പരാഗ് പോലെ നിരോധിച്ച ഏതോ ഒരു ലഹരി വസ്തുവിന്റെ കവറാണ് എന്നാണ്. അതോ, അതെന്താണ് കവർ എന്നുള്ളത് എനിക്ക് അറിയത്തില്ലല്ലോ. ഇതുമല്ലേ ഇത് ഒരു കവർ പുറത്തേക്ക് ഇടുന്ന ദൃശ്യമാണ്. അത് നോക്കട്ടെ എന്താണെന്നുള്ള. ഈ വീഡിയോ ഞാൻ ഇതുവരെയും കണ്ടില്ല. ഞാൻ എന്താണെന്നുള്ളത് എനിക്കും വ്യക്തമല്ല. ഞാൻ പാൻപരാഗ് ഹാൻഡ്സ് ഒന്നും ഉപയോഗിക്കുന്നതല്ല, മദ്യപിക്കാറുമില്ല. പിന്നെ ഇതെന്താണെന്നുള്ളതാണ് ഈ സംഭവം ഓർമ്മിക്കുന്നില്ല. ഇത് എന്റെ കയ്യിൽ ആദ്യം ഇല്ലായിരുന്നല്ലോ, പിന്നീട് എങ്ങനെ വരും? ഇത് ഹാൻഡ്സ് ഇത് പാൻപരാഗ് ഹാൻഡ്സ് ഒന്നും അല്ല. ഞാൻ ബിസ്ക്കറ്റ് കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് കുറയ്ക്കാൻ വെച്ചേക്കും. അതിന്റെ കവർ എടുത്ത് കളഞ്ഞു. ഞാൻ ഹാൻഡ്സ് ഒന്നും ഉപയോഗിക്കാറില്ല. കപ്പലണ്ടി മിച്ചറൊക്കെ വാങ്ങിച്ചു വെച്ചേക്ക്. കപ്പലണ്ടിയുടെ കവറോ മിച്ചറിന്റെ കവറോ എന്തോ ആണ്. അത് വലിയ കവറാണ്. ഹാൻഡ്സൊക്കെ ആണെങ്കിൽ ഞാൻ വയ്ക്കാത്ത സാധനങ്ങളല്ലേ ഹാൻഡ്സൊക്കെ. ഇത്രയും ബസ് ഓടിക്കുന്ന എല്ലാവർക്കും ഉള്ള ശീലമൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഈ ശീലമില്ല. കപ്പലണ്ടി വെള്ളം കുടിക്കും, സവനപ്പ് കുടിക്കും, ഇത് നമ്മുടെ ആപ്പി ഫീസ് വാങ്ങിച്ച് വെച്ചേക്കും, അതൊക്കെ കുടിക്കുള്ളൂ. ഇത് ഹാൻഡ്സിൻ്റെ കവറാണെന്ന് എനിക്കറിയത്തില്ല. ഹാൻഡ്സിൻ്റെ കവറാണോ? ഇത് ഹാൻഡ്സിൻ്റെ വലിയൊരു കവറാണ്, ബിസ്ക്കറ്റിൻ്റെ കവറാണ്. ബിസ്ക്കറ്റ് എന്തോ ആണ്. കാണുമ്പോൾ തന്നെ അറിയാലോ, വലിയ കവറല്ലേ വലിച്ചെറിയുന്ന. അത് തന്നെ എൻ്റെ ബാഗിൻ്റെ അകത്തുനിന്നാണ്, ബാഗിൽ നിന്നാണ് എടുക്കുന്നത്. ഫ്രണ്ടിൽ ബാഗ് ഇരിക്കുകയാണ് കണ്ടോ, ബാഗിൻ്റെ അകത്തുനിന്ന് എടുത്ത് പുറത്തോട്ട് ഇടുകയാണ്, അല്ലാതെ എൻ്റെ പോക്കറ്റിൽ നിന്നൊന്നുമില്ല. അതെടുത്ത് കാണിക്കുന്നുണ്ടോ, വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അത് ബാഗിന്റെ അകത്തുനിന്ന്, ബാഗ് ഫ്രണ്ടിൽ ഇരിക്കുന്ന ബാഗിന്റെ അകത്തുനിന്ന് എടുത്ത് പ്രചരിപ്പിക്കുന്നത് ഏതു മദ്യലഹരിയിൽ അല്ലെങ്കിലും ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ പ്രചരണമാണ്, നമുക്ക് അതിലൊന്നും വിശ്വസിക്കേണ്ടതില്ല. പക്ഷേ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഈ സംഭവത്തിനു ശേഷം മേയറെ വിളിച്ചൊരു ക്ഷമാപണം നടത്തി എന്നുള്ളത്, അതിനുശേഷം വാഹനത്തിൽ താങ്കൾക്കെതിരെ ഈ ഓവർ ഡ്രൈവിങ്ങിന്റെ പേരിൽ, റാഷ് ഡ്രൈവിങ്ങിന്റെ പേരിൽ നേരത്തെ സമാനമായ രീതിയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റേതോ ഒരു ട്രാവലർ കൂടി, ഒരു യാത്രക്കാരി കൂടി താങ്കൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു വാർത്തയുള്ളത്. 2017 താങ്കൾക്കെതിരെ ഒരു FIR ഇട്ടിരുന്നു, പിന്നീട് അത് സെറ്റിൽ ചെയ്തു പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അതും അന്നത്തെയും പ്രാദേശികമായിട്ടുള്ള വിരോധം കാരണം ഉണ്ടാക്കിയ കേസെന്നാണ് താങ്കൾ ഡിഫെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പശ്ചാത്തലം ഒരു ഭാഗത്ത് നിൽക്കുന്നു. താങ്കൾ പറയുന്നത് പോലെ ഈ വാഹനത്തിന് തൊട്ട് പിന്നിൽ വന്നു, ഹോൺ അടിച്ചു, അങ്ങനെ ഒരു സംഘർഷം അവിടെ ഉണ്ടായി. എന്നാലും വളരെ നിർഭാഗ്യകരമായ സംഭവമാണ്. താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നടപടി ഉണ്ടാവുമോ താങ്കൾക്കെതിരെ? എൻ്റെ എതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ ഞാൻ കോടതിയിൽ എന്തായാലും പോകും. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാഗത്ത് ക്ലിയർ ആണ്. ഈ ശംഭുവും ഗണേശവും ഒന്നും ഞാൻ ഉപയോഗിക്കാറുമില്ല. ഈ പറഞ്ഞില്ലേ, ബിസ്ക്കറ്റ്, കപ്പലണ്ടി, ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചു വയ്ക്കും, കഴിക്കും. അത് ഉറക്കം വരുമ്പോഴത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വയ്ക്കുന്നതാണ്. അത് ബാഗ്, ഫ്രണ്ടിലത്തെ ബാഗിലാണ്. പോലീസ് സ്റ്റേഷനിൽ പോയി എന്ത് പരാതിയാണ് കൊടുക്കാനുണ്ടായിരുന്നത്? എനിക്ക് ഇനി പരാതി ഞാൻ കൊടുക്കുന്നെങ്കിൽ എന്നെ ഇത്രയും മാത്രം അപമര്യാദ, ഇത്രയും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ, ഇത്രയും യാത്രക്കാർ വണ്ടിയിലിരിക്കെ എന്നെ പിടിച്ചിറക്കി പോലീസ് വേറെന്തോ കുറ്റം ചെയ്ത പോലെ പിടിച്ചോണ്ട് പോവല്ലേ. പോലീസിനെതിരെയാണോ ആളുകൾ, യാത്രക്കാർ എന്നെ എന്ത് വിചാരിക്കും? എന്നെ അവിടെ അല്ലല്ല, ആ കേസ് കൊടുത്തത് എന്നെ അച്ഛനെ വിളിച്ചതിനും ആ പയ്യന്മാർ കാർ ഓട്ടിച്ച് കൊണ്ടുവന്ന് ഫ്രണ്ടിൽ നിർത്തി എന്നെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനുമാണ്. ബാക്കി പരാതി ഇനി കോടതിയിൽ മാഡത്തിനെതിരായിട്ട് കൊടുക്കും. എന്തെന്ന് വെച്ചാൽ ഇത്രയും ന്യൂസ് ചാനലുകളിലൊക്കെ ഞാൻ അങ്ങനത്തെവനാണ്, ഞാൻ ലൈംഗിക ചേഷ്ട കാണിക്കുന്നവനാണ്, മാഡത്തിൻ്റെ അടുത്ത് കാണിച്ച്, നാട്ടുകാരുടെ അടുത്ത് കാണിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പരത്തി മാഡം ഇങ്ങനെ വാർത്തയായിട്ട് പരത്തിയതിൻ്റെ പേരിൽ കേസ് കൊടുക്കുക തന്നെ ചെയ്യും. പിന്നെ ഹാൻഡ്സ് ഉപയോഗിക്കുന്നു, അത് ഉപയോഗിക്കുന്നു, ഇത് ഉപയോഗിക്കുന്നു പറഞ്ഞ് അവർ പരാതി പറഞ്ഞാൽ മാഡത്തിനെതിരെ കൊടുക്കും പരാതി. ഓക്കെ, എന്തായാലും ഇനി സമാനമായ രീതിയിൽ ഇനി ഒരു സംഭവം ഉണ്ടായാൽ ഇത് എന്തായിരിക്കും ചെയ്യുക? ഇനി ഇത്തരത്തിൽ വാഹനം നിർത്തി അവരോട് കയർക്കുമോ, അതല്ല നിയമപരമായി അതിനെ നേരിടുമോ? ഞാൻ നിയമപരമായിട്ട് നേരിട്ടുള്ള കയർക്കാനും പോകൂല. ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് മിണ്ടാതെ ഇരിക്കും. സംസാരിക്കാൻ പോയാലല്ലേ കുഴപ്പമുള്ളൂ. ഞാൻ സംസാരിച്ചതാണ് കുഴപ്പമായത്. ജീവനും ജീവിതവും അല്ലേ വേണ്ടത്.
അതല്ല, അപ്പൊ കുറച്ച് ഇമോഷണൽ സംസാരിച്ച് ആയിരുന്നു, എന്റെ കുറച്ച് അപ്പനെ വിളിച്ചപ്പോ ടെൻഷനിലായിരുന്നു തിരിച്ചു യദു. പറഞ്ഞു, അതാണ് കുഴപ്പം. സാറേ, ഈ വണ്ടി ഓട്ടിച്ച് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുന്ന വണ്ടിയാണ്. അപ്പം നമ്മൾ ഇത്രയും ടെൻഷനും ഉറക്കവും ക്ഷീണവും കൊണ്ട് വരികയാണ്. അപ്പോൾ എൻ്റെ അപ്പനെ ഒരു കാരണവുമില്ലാതെ തെറ്റ് ചെയ്തവൻ കൊണ്ടുവന്ന് വണ്ടിയും കുറുക്കനെ ഇട്ടിട്ട് അവൻ എന്നെ ചീത്ത വിളിക്കേണ്ട കാര്യം ഞാനല്ലേ അവനെ ചീത്ത വിളിക്കണ്ടേ? അവൻ എന്നെയാണ് ചീത്ത വിളിച്ചത്. അവൻ തെറ്റ് ചെയ്തിട്ട് അവൻ എന്നെ ചീത്ത വിളിക്കേണ്ട പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ പോലീസുകാർ പറഞ്ഞതനുസരിച്ച് താങ്കൾ MLA ആണെന്ന് അറിഞ്ഞു. മേയറെ വിളിച്ച് മാപ്പും പറഞ്ഞു. പോലീസുകാർ പറഞ്ഞതനുസരിച്ച് മേയറെ വിളിച്ച്, എനിക്ക് ജീവിതമല്ലേ വലുത് സാറേ, എനിക്ക് കൊച്ചിനെ വളർത്താനുണ്ട്, എൻ്റെ ജീവിതം വളരെ ദയനകരമാണ്. പറഞ്ഞ അറിഞ്ഞൂടാ, 715 രൂപ ശമ്പളം എന്ന് വെച്ചാൽ ഒരു കൂലിപ്പണിക്ക് കിട്ടുന്നതിനെക്കാട്ടിയും താഴെയല്ലേ, ചിന്തിക്കാൻ നല്ലേ ഉള്ളൂ.